ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊന്നിച്ചിങ്ങനെ ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരുപ്പാൻ, വചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കോട്ടയം സഭയുടെ ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന ഈ ക്ലാസ്സുകളെടുപ്പാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നതോർത്ത് സ്തോത്രം. ദൈവത്തോട് ഞാനതിന് നന്ദിയുള്ളവനായിരിക്കെ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള എൻ്റെ നന്ദിയെയും ഞാൻ ആരംഭത്തിലെ അറിയിക്കുകയാണ്. ഈ 5 ആഴ്ചകൾ നാം പഠിക്കുന്ന വിഷയങ്ങൾ നമുക്കൊക്കെയും പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. മുൻപേ അറിയിച്ചിട്ടുള്ളതുപോലെ എബ്രായ ലേഖനത്തിലെ ചില ഭാഗങ്ങളായിരിക്കും നാം ഈ 5 ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനത്തിലെ 5 ഭാഗങ്ങളെന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ ചില ഭയനിർദ്ദേശങ്ങൾ നൽകുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള 5 ഭാഗങ്ങളാണ് ഉള്ളത്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ, അതുപോലെ 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ, അതുപോലെ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 10-ാം അധ്യായം 26 മുതൽ, അതുപോലെ 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഈ ഭാഗങ്ങളിലാണ് നമുക്ക് ഈ ഭയനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വാർണിംഗ് പാസേജസ് എന്ന് സാധാരണ ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള പാസേജസ് വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷിൽ വാർണിംഗ് പാസേജസ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഇതിനെ പാരന്തറ്റിക് പാസേജസ് എന്നും വിളിക്കാറുണ്ട്. പാരന്തറ്റിക് പാസേജസ് അല്ലെങ്കിൽ പാരന്തസിസ്. പാരന്തറ്റിക് പാസേജ് എന്ന് പറയുമ്പോൾ നാം എഴുതുന്നതിൻ്റെ ആ വിഷയം വിട്ട് മറ്റെന്തെങ്കിലും നാം ആ വായനക്കാരെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനിടയ്ക്ക് നാം എഴുതി ചേർക്കുന്ന അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് നാം വിശദീകരിക്കുന്ന ആ ഭാഗത്തെയാണ് പാരന്തസിസ് എന്ന് സാധാരണ വിളിക്കാറുള്ളത്. ഈ വാർണിംഗ് പാസേജസ് അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെയുള്ള ഈ 5 ഭയനിർദ്ദേശങ്ങൾ അങ്ങനെയുള്ള പാരന്തറ്റിക് പാസേജസ് ആണ്. അല്ലെങ്കിൽ ലേഖനകാരൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ ഇരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് എന്നാൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് വരുമ്പോൾ താൻ ആ വിഷയം വിട്ട് വേറൊന്ന് പറഞ്ഞ് വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മുൻപ് പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരുന്ന രീതി നമുക്ക് ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള പാസേജസിനെയാണ് പാരന്തറ്റിക് പാസേജ് അല്ലെങ്കിൽ പാരന്തസിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ 5 ഭയനിർദ്ദേശങ്ങളും കാണുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള പാസേജസ് ആണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആദ്യത്തേത് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നാം കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ആ 4 വാക്യങ്ങളും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. നാം കാണുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇതാണ് എബ്രായ ലേഖനത്തിലെ ആദ്യത്തെ ഭയനിർദ്ദേശം അല്ലെങ്കിൽ 5 ഭയനിർദ്ദേശങ്ങളിൽ ആദ്യത്തേത്. ഈ ഭാഗത്തിനൊരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തെ വിളിക്കുവാനായിട്ട് സാധിക്കും: അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം. അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം. ആ തലക്കെട്ട് കൊടുക്കുന്നതിന് അടിസ്ഥാനമായിട്ട് 4-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ
എങ്ങനെ തെറ്റിയൊഴിയും? നാം ഗണ്യമാക്കാതെ പോയാൽ, എന്ന് വെച്ചാൽ അവഗണിച്ചു പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ടാണ് ഈ 4 വാക്യങ്ങളെ അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം എന്ന് നാം വിളിക്കുവാനായിട്ട് കാരണമാകുന്നത്. നാം എബ്രായ ലേഖനത്തിലെ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലം അല്പമൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും. എബ്രായ ലേഖനത്തിലെ പല പശ്ചാത്തലമായിട്ട് മറ്റ് ലേഖനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നാം കാണുന്നത് പോലെ വളരെ വിശദമായിട്ടും അതുപോലെ വളരെ തീർപ്പോടുകൂടിയും പല കാര്യങ്ങളും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എഴുത്തുകാരനാരാ നമുക്കറിയില്ല. പൗലോസ് എന്ന് പറയുന്നവരുണ്ട്, അപ്പല്ലോസ് എന്ന് പറയുന്നവരുണ്ട്, ലൂക്കോസ് എന്ന് പറയുന്നവരുണ്ട്. അനവധി അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് തീർപ്പായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, പഴയ നിയമ ഭാഗങ്ങളെ ഈ എബ്രായ ലേഖനത്തിൽ ഉദ്ധരിക്കുമ്പോൾ എപ്പോഴും ആ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നും ഉദ്ധരിക്കുന്നുവോ ആ പുസ്തകം അല്ലെങ്കിൽ ആ കൃതി ആരെഴുതിയോ അവരുടെ പേരല്ല പറയുന്നത്, എപ്പോഴും പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ആ പുറപ്പാട് പുസ്തകങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ സങ്കീർത്തനങ്ങളിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. എങ്കിൽ നമുക്കും ഈ എബ്രായ ലേഖനത്തെക്കുറിച്ച് അത് തന്നെ പറയാം. ഇത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടതാണ്. അത് വചനത്തിലെ മുഴുവൻ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഈ എബ്രായ ലേഖനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് അത് മാത്രം പറയുവാനേ സാധിക്കുകയുള്ളൂ. ഇത് ആത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടതാണ്. ഈ എബ്രായർ എന്ന് പറയുമ്പോൾ ആരാണ്? അതും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എബ്രായർ എന്നുള്ള ആ വാക്കുപോലും തർജ്ജിമക്കാരും പബ്ലിഷേഴ്സൊക്കെ ഈ ലേഖനത്തിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നതാ. ഈ ലേഖനത്തിലൊന്നും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ലേഖനം വായിക്കുമ്പോൾ അവർ എബ്രായരായിരുന്നു എന്ന് മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പഴയ നിയമ തിരുവെഴുത്തുകളുമായി വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇത് പറയുന്നത്. എബ്രായർക്ക് യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, സംശയമില്ല. എന്നാൽ എവിടെയുള്ള യഹൂദന്മാർക്കാണ്? എബ്രായർ എന്ന് പറയുമ്പോൾ സാധാരണ പലസ്തീനിലുള്ള ആ യഹൂദന്മാരെയാണ് കുറിക്കുന്നത്. എന്നാൽ വേദപണ്ഡിതാക്കൾ വിചാരിക്കുന്നത് ഇത് പലസ്തീനിലുള്ളവർക്ക് വേണ്ടി എഴുതിയതാവുകയില്ല. പലസ്തീനിൽ നിന്നും റോമിൽ ഇറ്റലിയിൽ പോയി സെറ്റിലായ ഒരു കൂട്ടം വിശ്വാസികൾക്ക് വേണ്ടി എഴുതി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ യഹൂദയിൽ നിന്നും ചില പുരോഹിതന്മാർ പോലും കർത്താവിൽ വിശ്വസിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത് നാം കാണുന്നുണ്ട്. അവർക്ക് വളരെ പീഡകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവർ സ്വന്തം സ്ഥലമൊക്കെ വിട്ട് പലയിടങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് വന്നു. റോമിനെക്കുറിച്ച് നാം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ വഴികളും റോമിലേക്കെന്ന്. അങ്ങനെ ഈ പീഡകളൊക്കെ അനുഭവിച്ചവർ റോമിൽ വന്ന് എത്തി. പീഡനിമിത്തം മാത്രമല്ല, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ആവാം, റോമിൽ എത്തി. എന്നാൽ അവർ അവിടെയും കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. കഷ്ടതകൾ ഏറിയപ്പോൾ അവർ ഒന്നൊന്നായി ചിലരൊക്കെ പിന്മാറിപ്പോകുവാനായിട്ട് ഇടവരുന്നു. അവരെയൊക്കെ കണ്ട് മുൻപോട്ട് പോകുവാൻ പറഞ്ഞ് എഴുതുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനമാണ് ഈ എബ്രായ ലേഖനം. റോമിൽ സെറ്റിലായവരാണ് എന്ന് വിചാരിക്കുവാൻ കാരണം 13-ാം അധ്യായത്തിൻ്റെ അവസാനമുള്ള ആ വന്ദനമാണ് അതിന് കാരണമായിരിക്കുന്നത്. അവിടെ നാം നോക്കുമ്പോൾ 24-ാം വാക്യത്തിൻ്റെ അവസാനം നാം കാണുന്നത്, ഇറ്റാലിയക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അല്ലെങ്കിൽ ഈ ലേഖനകാരരോടൊപ്പം ഉണ്ടായിരുന്ന ഇറ്റലിയിൽ നിന്നുള്ളവർ, ഇറ്റലി എന്ന് പറയുമ്പോൾ റോം ഇറ്റലിയിലാണല്ലോ, അപ്പോൾ റോമിൽ നിന്നുള്ളവർ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്നുള്ള ചിലർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വന്ദനം അവരുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇറ്റലിയിലുള്ളവർക്ക് അയക്കുന്ന രംഗമാണ്. അതുകൊണ്ടാണ് ഇത് റോമിലുള്ള ചില യഹൂദന്മാർ, ഒരു സഭയ്ക്കായിട്ടല്ല, റോമിലെ സഭയ്ക്കായിട്ടല്ല, പിന്നെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പലസ്തീനിൽ വെച്ച് യഹൂദയിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാരുടെ ആത്മീയ നേതൃത്വത്തിലുണ്ടായിരുന്നവർ, പുരോഹിതന്മാർ. അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ച ആ സമയമൊക്കെ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതായിരുന്നു. എല്ലാവരെക്കുറിച്ചും അത് പറയുവാൻ സാധ്യമല്ല. അപ്പോൾ
ഒരു സഭയ്ക്കായിട്ട്, സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും കുറിച്ച് പറയുന്നതല്ല. പിന്നെ ഒരു ചെറിയ കൂട്ടത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നതാണ് ഇത്. അല്ലെങ്കിൽ ഇറ്റലിയിൽ, റോമിൽ സെറ്റിലായ ഒരു കൂട്ടത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ മുൻപോട്ട് വിശ്വാസത്തിൽ തുടരുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് എഴുതുന്നതാണ് എന്നാണ് പൊതുവേ വേദപഠിതാക്കൾ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും നാം പോകുവാനായിട്ട് ആവശ്യമില്ല. ഈ പാരന്തറ്റിക് പാസേജസിൽ അല്ലെങ്കിൽ ഈ ഭയനിർദ്ദേശങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ അവ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നും വിഭിന്നമായി ചില കാര്യങ്ങൾ വായനക്കാർക്ക് പറയുന്നതാണ്, ബ്രാക്കറ്റിലിട്ട് പറയുന്നതാണ്. ദർ പാരന്തസിസ്. നാം വായിച്ച വേദഭാഗത്തേക്ക് വരാം. അവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 2-ാം ഭാഗത്ത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള കാര്യം പറയുക. 4-ാം വാക്യം മുതൽ താഴേക്ക് 14-ാം വാക്യം വരെയും. 14-ാം വാക്യത്തിൽ നാം കാണാൻ സാധിക്കുന്നത് അവരൊക്കെയും, അത് ദൂതന്മാരെ കുറിച്ചാണ്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ആ പാരന്തറ്റിക് പാസേജ് തുടങ്ങിയ, അല്ലെങ്കിൽ ആ വാർണിംഗ് പാസേജ് തുടങ്ങിയ 4-ാം വാക്യം വരെ, 2-ന്റെ 1 മുതൽ 4 വരെ. ഇനി 5-ാം വാക്യത്തിൽ എന്താ നാം കാണുന്നത്? 2-ന്റെ 5-ാം വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അല്ലെങ്കിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിർത്തിയ വിഷയത്തിലേക്ക് മടങ്ങി വരിക. ദൂതന്മാരെ കുറിച്ച് വീണ്ടും ഇവിടെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വീണ്ടും തുടരുകയാണ്. അതിന് മധ്യേ ഉള്ളതാണ് ഈ ആദ്യത്തെ എബ്രായ ലേഖനത്തിലെ ആദ്യത്തെ ഈ ഭയനിർദ്ദേശത്തിൻ്റെ വാക്യങ്ങൾ, അല്ലെങ്കിൽ പാരന്തറ്റിക് പാസേജ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 4 വാക്യങ്ങൾക്ക്, ഈ ആദ്യത്തെ ഭയനിർദ്ദേശത്തിൻ്റെ ഈ വാക്യങ്ങൾക്ക്, ഈ ഭാഗത്തിന് അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം എന്ന് നമുക്ക് പേരിടാം. അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം. എന്തിൻ്റെ അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശമാണ്? 4-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ. ഇത്ര വലിയ രക്ഷ, ഇതിൻ്റെ അർത്ഥം എന്താ? നാം സാധാരണ രക്ഷ എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്നാണ് നാം അർത്ഥമായിട്ടെടുക്കാറുള്ളത്. നാം സാധാരണ ഈ ഭാഗത്തു നിന്നുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ അങ്ങനെയുള്ള വിശദീകരണമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിലധികമായിട്ടുള്ള അർത്ഥം അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. നമുക്ക് 1-ാം വാക്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത്. എന്താ കേട്ടത്? 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരിക. 1-2 വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നോക്കുക, ദൈവം പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എന്നിട്ട് പുത്രന്റെ മഹത്വമാണ് താഴേക്ക് വരുമ്പോൾ നാം കാണുന്നത് 14-ാം വാക്യം വരെ. ആ കാര്യം വീണ്ടും 2-ന്റെ 5 മുതൽ തുടരും. എന്നാൽ അതിന് മധ്യഭാഗത്താണ് ഈ ഭയനിർദ്ദേശത്തിന്റെ ഭാഗം. അവിടെ പറയുന്നത് കേട്ടത് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. 2-ന്റെ 1 നാം കേട്ടത്. എന്താണ് അരുളി ചെയ്തത്? പുതിയ നിയമ വെളിപ്പാടിനെ കുറിക്കുന്നതാണത്. അല്ലെങ്കിൽ പുത്രൻ മുഖാന്തരം, തൻ്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് ലഭിച്ച വചനത്തെ കുറിക്കുന്നതാണ്, തിരുവെഴുത്തുകളെ കുറിക്കുന്നതാണത്. അതിനെക്കുറിച്ചാണോ 2-ന്റെ 1 കേട്ടത് എന്ന് പറയുന്നത്. ഇനിയും 2-ന്റെ 4 ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് 2-ന്റെ 1 പറഞ്ഞിരിക്കുന്ന കേട്ടത് എന്നുള്ളതിൻ്റെ ഒരു പര്യായം മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നത് 1-ാം വാക്യത്തിൽ കേട്ടത് എന്ന് പറയുന്ന അതേ കാര്യത്തെക്കുറിച്ചാണ്. എന്താ കേട്ടത്? 1-ാം അധ്യായം 2-ാം വാക്യം, പുത്രൻ മുഖാന്തരം അരുളി ചെയ്തത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഇവിടെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നത്
പാപത്തിൽ നിന്നുള്ള വിമോചനത്തെ കാണിക്കുന്നതല്ല. ഈ ഭാഗത്ത് പാപത്തിൽ നിന്നുള്ള വിമോചനത്തെ കാണിക്കുന്നതല്ല, പാപത്തിൽ നിന്നുള്ള രക്ഷയെ കുറിക്കുന്നതല്ല, പാപത്തിൽ നിന്നുള്ള രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവവചനത്തെ കുറിക്കുന്നതാണ്. നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ദൈവവചനത്തെ കുറിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ അവഗണന എന്ന് പറയുന്നത് എന്തിൻ്റെ അവഗണനയാണ്? ദൈവവചനത്തോടുള്ള അവഗണന, പുതിയ നിയമത്തോടുള്ള അവഗണന, ക്രിസ്തു മുഖാന്തരം വന്ന അരുളപ്പാടുകളോടുള്ള അവഗണന. ഇത് നാം മനസ്സിലാക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നാം ഇത് ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ദൈവവചനം എന്നുള്ളതാണ് നമുക്കതിനുള്ള അർത്ഥം. വചനം നാം അവഗണിക്കരുത്. ഇത് നാം മനസ്സിലാക്കിയതിന് ശേഷം ഇനി നാം കാണാനായിട്ട് പോകുന്നത് എന്തുകൊണ്ട് ദൈവവചനം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേട്ടത് നാം അവഗണിക്കരുത്? 3 കാരണങ്ങൾ ലേഖനകാരൻ ഈ 4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കവയെ ഇങ്ങനെ പറയാം. 1, പുത്രൻ്റെ മഹത്വം. 2, അവഗണനയിലെ അപകടം. 3, ന്യായമായ പ്രതിഫലം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ നാം ദൈവവചനം അവഗണിക്കരുത്, ഇത്ര വലിയ രക്ഷയെ അവഗണിക്കരുത്. ഇത്ര വലിയ രക്ഷ എന്നുള്ളത് ഞാൻ വിശദീകരിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കേട്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ്. അതെന്താണ്? പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന കാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട്, ദൈവവചനം, പുതിയ നിയമ വെളിപ്പാട്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എബ്രായരിൽ പലർ കഷ്ടതകൾ ഏറിയപ്പോൾ അവർ മുൻപോട്ട് വന്നവർ ചിലരൊക്കെ പിൻപോട്ട് പോകുന്ന രംഗമുണ്ടായിരുന്നു, അവസ്ഥകൾ ഉണ്ടായിരുന്നു. നാം സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. നാം ഒരു കാര്യത്തിൽ തുടരുന്നതാണ് നാം വാസ്തവമാണെന്നുള്ളതിൻ്റെ തെളിവ്, അല്ലെങ്കിൽ നാം യഥാർത്ഥമായിട്ടുള്ള രക്ഷണ്യ വിശ്വാസമുള്ളവരാണെന്നുള്ള തെളിവ് നൽകുന്നത് അതിൽ തുടർന്നാണ്. അതിൽ നാം തുടരുന്നവരല്ലെങ്കിൽ, പിന്മാറിപ്പോകുന്നവരാണെങ്കിൽ, നാം നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ തെളിയിക്കുകയാണ് എന്ത്? നാം വാസ്തവമായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. നാം കണ്ടിന്യൂ ചെയ്യണം, തുടരണം. എന്നാൽ ചിലർ തുടരുന്നില്ലായിരുന്നു, പലരും പിന്മാറി, ചിലർ അതിന് തയ്യാറാകുന്നു. എന്നാൽ ഈ ലേഖനങ്ങൾ, ഈ ഭാഗങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാണെന്നോ ഒന്നും അങ്ങനെ പറഞ്ഞ് ശാസിക്കുകയല്ല. പിന്നെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് താൻ തന്നെ ഒരു വിധിയും അവർക്ക് നൽകാതെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം, മുൻപോട്ട് തന്നെ പോകണം, പിൻപോട്ട് പോകുന്നവരാകരുത്. മുൻപോട്ട് പോയി നിങ്ങൾ വാസ്തവമാണെന്ന് തെളിയിക്കണം. അതാണ് താൻ പറയുന്നത്. അപ്പോൾ ഈ ഭാഗം നോക്കുമ്പോഴും വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം കണ്ടുകൊണ്ട് താൻ ആർക്കൊക്കെ ഇത് എഴുതുന്നുവോ ആ കൂട്ടത്തെ എല്ലാം, വായനക്കാരായ ആരെയൊക്കെ താൻ പ്രതീക്ഷിക്കുന്നുവോ അവരെ എല്ലാം മുൻകണ്ടുകൊണ്ട് താൻ പറയുന്നതാ. അപ്പോൾ എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പെറുക്കാവുന്ന ഒരു ഭാഗമാണ്. ഇനി നാം നോക്കുക, താൻ പറയുന്ന ഈ അവഗണന ഉണ്ടാവരുത് എന്നുള്ളതിന് പറയുന്ന 3 കാരണങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. ഞാൻ ഓർപ്പിച്ചതുപോലെ 3 കാരണങ്ങളിൽ ആദ്യത്തേത് പുത്രന്റെ മഹത്വമാണ്. അതെവിടെയാണ് താൻ പറയുന്നത്? ആദ്യത്തെ വാക്ക് തന്നെ താൻ നോക്കുക. അതുകൊണ്ട് ഈ ഭാഗം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്നുള്ള പ്രയോഗമാണ്. ദൈവവചനത്തിൽ അതുകൊണ്ട് എന്നുള്ള പ്രയോഗം നാം കാണുമ്പോൾ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഏതുകൊണ്ട്? ഇവിടെ ലേഖനകാരൻ പറയുന്നത് അതുകൊണ്ട് നാം അവഗണിക്കരുത്. ഇത്ര വലിയ രക്ഷയെ, അല്ലെങ്കിൽ ദൈവവചനത്തെ, പുതിയ നിയമ വെളിപ്പാടിനെ നാം അവഗണിക്കരുത്, അതിനെ ഗണ്യമാക്കാതെ പോകരുത്. എന്തുകൊണ്ട്? അതുകൊണ്ട്. ഏതുകൊണ്ട്? അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്. എന്താണ് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അതാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 1-ാം അധ്യായത്തിൽ എന്താ നാം കാണുന്നത്?
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ ഒരു വിഷയമാണ്. അത് വിശദമാക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഓടിച്ചെന്ന് പറഞ്ഞു മാത്രം പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 2-ാം വാക്യത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് ആ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെക്കുറിച്ചുള്ള വർണ്ണന ലേഖനകാരൻ തുടങ്ങുക. ആ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ 7 വിധമായിട്ടുള്ള മഹത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 7 വിധമായിട്ടുള്ള മഹത്വങ്ങളെ നമുക്ക് 3 കൂട്ടമായി തിരിക്കാവുന്നതാണ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, പിതാവിനോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ എന്തെല്ലാമാണ് നാം കാണുന്നത്? 3 കാര്യങ്ങൾ. അവൻ സകലത്തിനും അവകാശി. 2, അവൻ മുഖാന്തരം സർവവും ഉളവാക്കി. 3, സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഈ 3 സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ്. അവൻ സകലത്തിനും അവകാശി, അവൻ മുഖാന്തരം സകലവും ഉളവാക്കി, അവൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്നു. ഇവ വിശദീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ 2-ാമത്തെ ഭാഗത്തിലേക്ക് നോക്കുക. 2-ാമത്തെ ഭാഗമായി നാം കാണുന്നത് പിതാവിനോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ മഹത്വങ്ങളാണ്. 2 കാര്യങ്ങൾ നാം അതിൽ കാണുന്നുണ്ട്. അവിടെ നാം നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് 2-ാം വാക്യം, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അടുത്തത് നോക്കുക, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാ. തേജസ്സിൻ്റെ പ്രഭ, പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. 2, അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. തത്വത്തിൻ്റെ മുദ്ര. ഇതൊക്കെ വിശദീകരിക്കാവുന്നതാണ്, എന്നാൽ ഇതിലേക്ക് നാം പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിതാവിനോടുള്ള ബന്ധത്തിലുള്ള മഹത്വമാണ് ആ 2 കാര്യങ്ങൾ. പിന്നെ ഒടുവിൽ ഞാൻ ഓർപ്പിച്ചത് രക്ഷയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ. നാം 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കുമ്പോൾ നാം അവിടെ കാണുന്നത് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. 2-ാമത് അവൻ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് ഈ 2 കാര്യങ്ങളുള്ളത്. അവൻ പാപത്തിന് പരിഹാരമുണ്ടാക്കി. തന്നെയുമല്ല, അവൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അങ്ങനെ 7 കൂട്ടം കാര്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം താഴേക്ക് നാം വായിക്കുമ്പോൾ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള നാമത്തിന് അവകാശിയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നിന്നുള്ള പല ഉദ്ധരണികൾ എടുത്താണത് പറയുന്നത്. അതിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 1-ാം അധ്യായം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ലേഖനകാരൻ പറയുന്നതായി നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം. എന്നിട്ടാണ് 2-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറയുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം വന്ന വചനത്തെ അവഗണിക്കരുത്. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിനെ അവഗണിക്കരുത്. അത് കാര്യമായിട്ട് എടുക്കണം. അതിന് നാം വേണ്ട ഗൗരവം നൽകണം. നാം സാധാരണ പറയാറുള്ളത് പോലെ ഒരു സന്ദേശത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും അതാര് നൽകി അല്ലെങ്കിൽ ആരിൽ നിന്നാണെന്നുള്ള കാര്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. ആരേലും പറഞ്ഞാൽ നാം ഒരിക്കലും ആ കേൾക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയില്ല. ഇതാര് പറഞ്ഞു എന്നുള്ളത് നാം എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നാം കേട്ട കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതേ കാര്യം ഇവിടെയും നാം കാണുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കുക. വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒന്നിലധികം കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പനോ അമ്മയോ എന്തെങ്കിലും അവരോട് പറയുമ്പോൾ ഒരുത്തൻ മറ്റവനോട് പോയി പറയുന്നതെന്ന് വിചാരിക്കുക. നീ ഇന്നത് പോവാനായിട്ട് പറയുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ആരാ പറഞ്ഞത്? ഡാഡിയാണോ മമ്മിയാണോ? ഡാഡി ആണെങ്കിൽ ചെയ്തേ ഒക്കുകയുള്ളൂ, മമ്മിയാണെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചില ഭവനങ്ങളിൽ നേരെ തിരിച്ചായിരിക്കാം അത്.
എന്താണെങ്കിലും ആര് പറഞ്ഞു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നാം ഏതൊരു സന്ദേശത്തിനും വാർത്തയ്ക്കും പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. അവൻ മുഖാന്തരമാണ്, ഇങ്ങനെ മഹത്വപൂർണനായിട്ടുള്ള അവൻ മുഖാന്തരമാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. ഇത്ര മഹത്വപൂർണനായിട്ടുള്ള ആ കർത്താവിൽ നിന്നാണ്, ഈ കർത്താവിലൂടെയാണ് ഈ വചനം വന്നിരിക്കുന്നത്. നമുക്ക് അവഗണിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവൻ മുഖാന്തരം വന്ന ഈ വചനം നമുക്ക് അവഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആദ്യത്തെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പുത്രന്റെ മഹത്വമാണ്. എന്തുകൊണ്ട് അവഗണിക്കരുത്? അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പുത്രന്റെ മഹത്വം, പുത്രന്റെ മഹത്വം. ഇനി രണ്ടാമത്തേതിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. രണ്ടാമത്തെ കാര്യമായി നാം കാണുന്നത് അവഗണനയിലെ അപകടമാണ്. അവഗണനയിലെ അപകടമാണ് രണ്ടാമതായി നാം കണ്ട കാരണം. എന്താണ് അവഗണനയിലെ അപകടമായി നാം കാണുന്നത്? ഒന്നാം വാക്യത്തിലേക്ക് നാം മടങ്ങി വരാം. ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഇവിടെയാണ് അവഗണനയിലെ അപകടം നാം കാണുന്നത്. എന്താണ് അപകടം? ഒഴുകിപ്പോകും. ഈ വാക്യം നോക്കിയാൽ രണ്ട് പ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് ഒഴുകിപ്പോവുക എന്നുള്ള ആ പ്രയോഗം തന്നെ. രണ്ടാമതായിട്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുക എന്നുള്ള പ്രയോഗം. ആദ്യത്തെ പ്രയോഗം ഒഴുകിപ്പോവുക, രണ്ടാമത്തെ പ്രയോഗം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുക എന്നുള്ള പ്രയോഗം. സാധാരണ ഈ രണ്ട് പ്രയോഗങ്ങളെയും ഇംഗ്ലീഷിൽ നോട്ടിക്കൽ ടേംസ് എന്ന് പറയാറുണ്ട്. എന്താണ് നോട്ടിക്കൽ ടേംസ്? നോട്ടിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ കപ്പൽ, ബോട്ട്, കടല് തുടങ്ങിയവയോടനുബന്ധമായി ഉപയോഗിക്കുന്ന പ്രയോഗം. അല്പം കൂടി ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തെ പ്രയോഗം നോക്കുക, കേട്ടതധികം ശ്രദ്ധയോടെ എന്നുള്ള പ്രയോഗം. ഇങ്ങനെ വിചാരിക്കുക, ഒരാൾ തൻ്റെ ബോട്ടെടുത്ത് കടലിലേക്കൊക്കെ പോയി അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ്, മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് താൻ തിരിച്ച് കരയിലേക്ക് വരുന്നു. ബോട്ട് കരയോട് ചേർത്തു. അതിനുശേഷം ബോട്ട് വളരെ നന്നായി കരയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ മുറുകെ കെട്ടി, വടം കൊണ്ടോ കയറുകൊണ്ടോ മറ്റോ മുറുകെ കെട്ടി. അങ്ങനെ കെട്ടുന്നതിന്, ബോട്ട് കരയ്ക്ക് ചേർത്ത് നന്നായി കെട്ടിമുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അധികം ശ്രദ്ധയോടെ കരുതുക. ഒരു ബോട്ട് വളരെ നന്നായി കരയിലുള്ള ഏതെങ്കിലും കുറ്റിയിൽ ശരിക്ക് കെട്ടിമുറുക്കുന്നതിനെ, കെട്ടി ഉറപ്പാക്കുന്ന ആ ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പ്രയോഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒഴുകിപ്പോവുക. ഒഴുകിപ്പോവുക, അതും ബോട്ട്, അതുപോലെ കപ്പൽ തുടങ്ങിയവയോട് ചേർന്ന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്, നോട്ടിക്കൽ ടേം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒഴുകിപ്പോവുക. നാം ആദ്യം എടുത്ത ഉദാഹരണം തന്നെ മനസ്സിൽ കൊണ്ടുവരിക. നാം ആ ബോട്ടിൻ്റെ ഉടമ കരയിലേക്ക് വന്നു. താൻ ആ ബോട്ട് കെട്ടി ഉറപ്പാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ താൻ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അധികം ശ്രദ്ധയില്ലാതെ താൻ കെട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ വരുന്ന ആ വേലിയേറ്റവും അതിനുശേഷം വരുന്ന ആ അലകളുടെ കാര്യമൊന്നും താൻ ഓർത്തില്ല. അല്പം അലസമായി താൻ അവിടെ കെട്ടി, താൻ അവിടുന്ന് പോയി. പിന്നെ താൻ പോയതിന് ശേഷം അലകളൊക്കെ ഉയർന്നു, ജലത്തിൻ്റെ നിരപ്പ് ഉയർന്നു. മാത്രമല്ല ഈ കെട്ടിയിട്ടിരുന്ന ബോട്ട് മുകളിലോട്ടും താഴോട്ടുമൊക്കെ അത് ആടുവാനായിട്ട് തുടങ്ങി. കെട്ടിയ ആ കെട്ട് മെല്ലെ അഴിയുവാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും അഴിഞ്ഞ്
കടലിലേക്ക് അത് നീങ്ങുന്നുവെന്ന് വിചാരിക്കുക. അടുത്ത ദിവസം ഇതാ ആ ഉടമ വരുന്നു. വന്നപ്പോൾ ആ ബോട്ട് അവിടെ ഇല്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ ഉൾക്കടലിൽ ആ ഈ അലകളുടെ മേൽ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ലക്ഷ്യമില്ലാതെ ആരും ഓടിക്കുവാൻ മുമ്പോട്ട് തെളിക്കുവാനില്ലാതെ ലക്ഷ്യമില്ലാതെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ആ അവസ്ഥയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒഴുകിപ്പോവുക എന്നുള്ള വാക്ക്. എന്താണ് വിശദീകരിക്കുന്നതിൻ്റെ അർത്ഥം? വിശദീകരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവവചനം നാം വീണ്ടും വണ്ണം ജീവിതത്തിൽ കരുതിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ബോട്ട് ആ കുറ്റിയോട് ചേർത്ത് കെട്ടുന്നത് പോലെ, ആ ബോട്ട് ആ കുറ്റിയോട് ചേർത്ത് ബലമായി കെട്ടുന്നത് പോലെ ദൈവവചനത്തോട് നാം വീണ്ടും വണ്ണം ബന്ധമില്ലാത്തവരാണ് എങ്കിൽ എന്തുണ്ടാവും? ഒഴുകിപ്പോകും. മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. ഇവിടെ ആ ഒഴുകിപ്പോവുക എന്നുള്ള വാക്കിന് വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രായോഗികതയുണ്ട്. ഇങ്ങനെ വിചാരിക്കുക, നാം കടയിൽ പോകുന്നു, ഒരു പാട്ട ഓയിൽ വാങ്ങുന്നു, എണ്ണ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. വൈകിട്ടാണ് വാങ്ങിയത്, അത് അടുക്കളയിൽ തറയിൽ കൊണ്ടുവച്ചു. അത് മറ്റു പാത്രങ്ങളിലേക്ക് നാളെ ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ അത് മറ്റു പാത്രങ്ങളിലേക്ക് ഒഴിക്കുവാനായിട്ട് ചെന്നു. നോക്കിയപ്പോൾ പാട്ടയിൽ ഒട്ടും എണ്ണയൊന്നുമില്ല. എന്തു പറ്റി? അതിൻ്റെ കീഴിൽ, അതിൻ്റെ ചുവട്ടിലൊരു ദ്വാരമുണ്ടായിരുന്നത് ശ്രദ്ധിച്ചില്ല. അകത്തുള്ള ഓയിലെല്ലാം പുറത്തേക്ക് പോയി. ഒന്നും ആ പാട്ടയിലില്ല, എല്ലാം പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ നഷ്ടമാകുന്ന ആ അവസ്ഥയ്ക്ക് ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ്, ഒഴുകിപ്പോവുക. മലയാളത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണല്ലോ അർത്ഥത്തിൽ. ചോദിക്കട്ടെ, അങ്ങനെ എണ്ണ ആ തറയിലെല്ലാം ഒഴുകിക്കിടക്കുന്നു, ആ പാട്ടയ്ക്ക് ചുറ്റുമെല്ലാം കിടക്കുന്നു, പാട്ടയ്ക്ക് ഉള്ളിലൊന്നുമില്ല, എല്ലാം പുറത്താണ്, രാത്രിയിലെല്ലാം ഒഴുകി വെളിയിലേക്ക് പോയി. ഇനിയും ആ എണ്ണ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? അത് കയ്യിൽ കോരി തിരിച്ച് ആ പാട്ടയിൽ ഒഴിക്കാൻ ഒക്കുമോ? ഇല്ല, അത് നഷ്ടമായി. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യുവാനായിട്ടില്ല. വേറൊരു ഉപയോഗവും ഇതേ വാക്കിന് തന്നെ ഉണ്ട്. പ്രാസംഗികരോടുള്ള ബന്ധത്തിലും ഈ വാക്ക് പ്രയോഗിച്ചിരുന്നു. ആ പ്രയോഗം ഇതാണ്. ഇങ്ങനെ വിചാരിക്കുക, പ്രാസംഗികൻ സ്റ്റേജിലേക്ക് ചെല്ലുന്നു. തൻ്റെ വിഷയം വിശദീകരിക്കുവാനായിട്ട് ഒരു 5 പോയിന്റുമായിട്ടാണ് താൻ പോയതെന്ന് വിചാരിക്കുക. പ്രസംഗം ആരംഭിച്ചു. 1ാമത്തെ പോയിന്റ് കഴിഞ്ഞു, 2ാമത്തെ പോയിന്റ് കഴിഞ്ഞു. ക്രമമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 3ാമത്തേത് പറയാൻ വിട്ടുപോയി. ചാടിയത് 4ാമത്തെ പോയിന്റിലേക്ക്. 5ാമത്തെ പോയിന്റും തീർക്കാറായപ്പോൾ ഓർത്തു, ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. 3ാമത്തെ പോയിന്റ് ഞാൻ വിട്ടുപോയല്ലോ എന്ന്. എന്ത് ചെയ്യാൻ സാധിക്കും? സമയം കഴിയാറായി. അത് വിട്ടുപോയത് ഇപ്പോഴാണ് ഓർത്തത്, ഒടുവിലാണ് ഓർത്തത്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പോയത് പോയി. അത് തയ്യാറാക്കുവാൻ വളരെ മണിക്കൂറുകൾ, ദിവസങ്ങൾ എടുത്തതാണ്. എന്നാൽ അതെല്ലാം വേസ്റ്റായിപ്പോയി. എണ്ണ വേസ്റ്റായി പോയതുപോലെ ഈ ഒരു പോയിന്റും വേസ്റ്റായിപ്പോയി. തിരിച്ചുപോയി, നിങ്ങൾ കുറച്ചുകൂടി ഇവിടെ ഇരിക്കണം, ഞാനൊരു കാര്യം മറന്നുപോയി, അതൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുവാൻ സാധ്യമല്ല. വേസ്റ്റായത് വേസ്റ്റായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ജീവിതം വേസ്റ്റാകും, അതിന് പ്രയോജനമില്ലാത്തതായി തീരും. അതാണ് അവഗണനയിലെ അപകടം. അതാണ് അവഗണനയിലെ അപകടം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം നാം കാണുന്നുവല്ലോ. കർത്താവ് അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഉപമ പറഞ്ഞ് ആ പ്രസംഗം നിർത്തുന്നു എന്ന് നമുക്കറിയാം. ആ ഉപമ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള പണിക്കാരൻ്റെയും അതുപോലെ ബുദ്ധിയില്ലാത്ത പണിക്കാരൻ്റെയും കാര്യമാണ്. അവിടെ നാം വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നതായി നാം കാണുന്നത്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ തൻ്റെ വചനങ്ങൾ കേട്ട് പണിയാത്ത അവരെ കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. അവരെ ഏതിനോടാണ് ഉപമിക്കാൻ സാധിക്കുന്നത്? മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ടവനോട്.
മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ടവൻ. അടിസ്ഥാനമില്ലാത്ത പണി. എന്നിട്ട് ആ വീട് നിന്നോ? ഇല്ല, അത് തകർന്നു പോയി. എന്നാൽ ആദ്യത്തേത് തകർന്നില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനമുണ്ടായിരുന്നു. അവഗണനയിലെ അപകടം അതാണ്. നിലനിൽക്കുകയില്ല. അന്നത്തെ പണിയെല്ലാം, അതിന് ചെയ്ത വ്യയമെല്ലാം, അതിന് ചെയ്ത ചെലവെല്ലാം നഷ്ടമായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം വേണ്ടുവണ്ണം നാം കരുതിയില്ലെങ്കിൽ ജീവിതം നഷ്ടമാകും, പ്രയോജനമില്ലാത്ത ജീവിതമായി തീരും എന്നുള്ളത് നാം ഓർക്കേണ്ടതേറെ ആവശ്യമാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രയോജനമാകുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആ പരിജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞു വരണമെന്നൊക്കെ കൊലോസ് ലേഖനം 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കണം, അതിൻ്റെ പരിജ്ഞാനം ഉണ്ടായി അതിനനുസാരമായി ജീവിതം ക്രമീകരിക്കുവാൻ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങൾ പലയിടത്തും പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ദൈവം നമ്മുടെ ജീവൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് താൻ മുൻനിർണയിച്ച് അത് നമ്മോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. വചനത്തിലേക്കാണ് നാം കടന്നുപോയി ഈ കാര്യങ്ങൾ അറിയേണ്ടത്. അറിയുക മാത്രമല്ല, അതിനനുസാരമായി ജീവിതം നാം ക്രമീകരിക്കണം. അങ്ങനെ ജീവിതം ക്രമീകരിക്കുമ്പോഴാണ് ജീവിതം ഫലകരമാകുന്നത്. ഇല്ലെങ്കിലോ ലക്ഷ്യമില്ലാതെ അലകളുടെ മീതെ കടലിൻ്റെ നടുവിൽ തെന്നി നടക്കുന്ന, ആരും ഓടിക്കാനില്ലാതെ എങ്ങും പോകാത്ത ബോട്ടുകൾ പോലെ മാത്രമേ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ എന്ന പോലെ അടുക്കളയിൽ ഒഴുകിപ്പോയ എണ്ണ പോലെ മാത്രമേ ഇരിക്കുകയുള്ളൂ ജീവിതം. പ്രസംഗത്തിൽ മിസ്സായി പോയ ആ പോയിന്റ് പോലെ മാത്രമേ ഇരിക്കുകയുള്ളൂ ജീവിതം. വേസ്റ്റായി. പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെയും ജീവിതം അങ്ങനെയായി പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വചനത്തോട് വേണ്ടുവണ്ണം കെട്ടപ്പെട്ടിരിക്കണം നമ്മുടെ ജീവിതം. വചനത്തോട് വേണ്ടുവണ്ണം ബന്ധപ്പെട്ടിരിക്കണം. എന്താണ് അവിടെ നാം കണ്ട വാക്ക്? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന് വെച്ചാൽ, കേട്ടത് അത് ദൈവവചനമാണ്, വെളിപ്പാടാണ്. ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച വെളിപ്പാട്, പുതിയ നിയമം. അതിനോട് വേണ്ടുവണ്ണം കെട്ടപ്പെട്ടിരിക്കണം, ബന്ധപ്പെട്ടിരിക്കണം. പൗലോസ് അത് തിമോത്തിയോസിനോട് പറയുന്നത് നാം കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 13-14 വാക്യങ്ങളിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. നോക്കുക, അവിടെ പറയുന്നത് നാം അത് മാതൃകയാക്കണം, അത് ജീവിതത്തിൽ സൂക്ഷിക്കണം. അത് തന്നെയുമല്ല, 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും പൗലോസ് അതേ കാര്യം തന്നെ തിമോത്തിയോസിനോട് ഓർപ്പിക്കുന്നു. എന്താണ് താൻ അവിടെ പറയുന്നത്? നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മോട് വായിക്കുന്നത് 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. തുടർന്ന് വചനത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം വായിക്കുവാനായിട്ട് ആവശ്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, വചനത്തോട് നമുക്ക് വിശ്വസ്തത ഉണ്ടായിരിക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അധികാരമായിരിക്കണം. അതില്ലാതെ ജീവിതം പണിയുന്നത് മണലിന്മേലുള്ള പണിയാണ്. എന്നാൽ വചനത്തിനനുസാരമായി ജീവിതം നാം ക്രമീകരിക്കുമെങ്കിൽ പാറമേൽ വീട് പണിത ആ ബുദ്ധിയുള്ള മനുഷ്യനോട് നാം തുല്യര. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭയനിർദ്ദേശമായി താൻ പറയുന്നത്? താൻ പറയുന്നത് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് പറഞ്ഞതിന് ശേഷം താൻ 3 ഭയനിർദ്ദേശങ്ങൾ നൽകിയ, അല്ലെങ്കിൽ നാം എന്തുകൊണ്ട് ഇത് അവഗണിക്കരുത് എന്നുള്ളതിന് 3 കാരണങ്ങൾ നൽകിയ. 1, പുത്രന്റെ മഹത്വം, നാം അത് കണ്ടു. 2ാമത് നാം കണ്ടത് അവഗണനയിലെ അപകടം, അതാണ് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചത്. ഇനിയും 3ാമത്തെ ഒരു കാരണവും കൂടിയുണ്ട്. എന്താണത്?
ന്യായമായ പ്രതിഫലം എന്ന് നമുക്ക് വിളിക്കാം. ന്യായമായ പ്രതിഫലം. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്. എന്താ നമ്മോട് വായിക്കുന്നത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ ഭാഗം നാം നോക്കിയാൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെ, അത് നമുക്ക് ലഭിച്ചതിലുള്ള തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുക. 2-ാം വാക്യത്തിൽ ആരംഭത്തിൽ കാണുന്നത് പഴയ നിയമത്തെക്കുറിച്ചാണ്, ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. എന്താ നമ്മോട് കാണുന്നത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായിരുന്നുവോ? പഴയ നിയമത്തിലെങ്ങും അങ്ങനെ വ്യക്തമായിട്ടുള്ള പ്രസ്താവന നാം കാണുന്നില്ല. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില പ്രയോഗങ്ങൾ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 68-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം നോക്കുക. 68-17 നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ, തുടങ്ങി പല കാര്യങ്ങൾ പറയുന്നതായി നാം കാണുന്നുണ്ട്. സീനായിൽ, അവിടെയാണല്ലോ ന്യായപ്രമാണം ലഭിച്ചത്. അതേക്കുറിച്ച് താൻ വിവരിക്കുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എന്തിനിടയിലാ ദൈവത്തിൻ്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാകുന്നു. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ദൂതന്മാരെ കുറിച്ചായിരിക്കാം. എങ്കിൽ സീനായിൽ ആ നിയമം നൽകിയപ്പോൾ, ന്യായപ്രമാണം നൽകിയപ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാ. അവർ അതിൽ എന്ത് ചെയ്യുകയായിരുന്നു അതിവിടെ വ്യക്തമായി നാം കാണുന്നില്ല. എന്നാൽ വേറെ ചില വാക്യങ്ങളിലേക്ക് വരിക. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ എന്താണുള്ളത് എന്ന് നമുക്കറിയാം. അതിൻ്റെ 53-ാം വാക്യം വായിക്കുമ്പോൾ സ്തേഫാനോസ് തൻ്റെ ആ പ്രസംഗത്തിൽ, മരിക്കുന്നതിന് മുൻപ് നൽകിയ പ്രസംഗത്തിൽ പറയുന്ന കാര്യം നാം കാണുന്നുണ്ട്. ദൂതന്മാരുടെ കാര്യം അവിടെ നാം കാണുന്നു. 53-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു. ഇനി അടുത്ത് നോക്കുക: നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. നോക്കുക, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി. അവർ ന്യായപ്രമാണം ലഭിക്കുന്നതിൽ, നൽകുന്നതിൽ ദൈവദൂതന്മാർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് നോക്കുക. പൗലോസിന്റെ വാക്കുകൾ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം നാം അവിടെ ഇങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്: എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. നോക്കുക, ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യായപ്രമാണം നൽകുവാൻ ദൂതന്മാർക്കൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ദൂതന്മാർക്കൊരു പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്ത് നമുക്ക് വ്യക്തമായി അറിയില്ല. നിയോഗങ്ങളായി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് ഓർത്തായിരിക്കാം ഇവിടെ ലേഖനകാരൻ പറയുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അത് പഴയ നിയമത്തെ കുറിക്കുന്നതാ, ന്യായപ്രമാണത്തെ കുറിക്കുന്നതാ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ബെഥേസ്ദ കുളത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ ചുറ്റും പല രോഗികളൊക്കെ കിടക്കുന്നു.
അവിടെ 38 ആണ്ട് രോഗിയായി കിടന്ന ഒരുവനെ നാം കാണുന്നു. ബെഥസ്ത എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്ന, ഹൗസ് ഓഫ് മേഴ്സി. സാധാരണ വേദപഠിതാക്കൾ ആ കുളത്തെ ന്യായപ്രമാണത്തിന്റെ ഒരു ചിത്രമായി എടുക്കാറുണ്ട്. കരുണയുടെ ഇടം, കരുണ ലഭിക്കും, എന്നാൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ആദ്യം ഇറങ്ങണം. എന്തിനു ശേഷം? ഒരു ദൂതൻ ജലം കലക്കിയതിന് ശേഷം ആദ്യം ഇറങ്ങണം. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, എന്നാൽ ആർക്കും ചെയ്യുവാൻ സാധിച്ചില്ല, അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ആ ബെഥെസ്ദ കുളം സംബന്ധിച്ചും ഒരു ദൂതനെ നാം കാണുന്നു. പഴയ നിയമത്തിലെ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഈ ഭാഗങ്ങൾ നോക്കുമ്പോൾ പഴയ നിയമം നൽകുന്നതിനും ദൂതന്മാർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ലേഖനകാരൻ പറയുക, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ആ വചനത്തെ കുറിച്ച് എന്താ പറയുന്നത്? താൻ പറയുന്നത് അത് സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ന്യായപ്രമാണം തെറ്റിച്ചാൽ അവിടെ തന്നെ ഒരു കരുണയുമില്ലാതെ ശിക്ഷ നൽകുന്നതായി നാം കാണുന്നു. അത് നൽകിയ അന്ന് തന്നെ 3000 പേർ പട്ടുപോയി വിഗ്രഹാരാധന നിമിത്തം. അതിനുശേഷം നാം സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശബത്ത് ലംഘിക്കുന്ന ഒരുവനെ നാം കാണുന്നു. ചില വെറുതെ പറക്കുക മാത്രമേ അവൻ ചെയ്തുള്ളൂ. അവനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് മോശയ്ക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ദൈവം പറയുന്നത് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു ദാക്ഷിണ്യവും അവിടെ നാം കാണുന്നില്ല. ന്യായമായ പ്രതിഫലം അവിടെ ലഭിച്ചു, അല്ലെങ്കിൽ ന്യായമായ ശിക്ഷ അവിടെ ലഭിച്ചു. എന്താണ് ലേഖനകാരൻ പറഞ്ഞു വരുന്നത്? ഇനിയും പുതിയ നിയമത്തെക്കുറിച്ച് പറയുക. എന്താ അവിടെ താൻ പറയുന്നത്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, അല്ലെങ്കിൽ പുതിയ നിയമം എങ്ങനെ വന്നു? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:1 ഇതോടൊക്കെ ചേർത്ത് ചിന്തിക്കാവുന്ന ഭാഗങ്ങൾ നാം കാണുന്നു. അവ വായിക്കുവാൻ ആവശ്യമില്ല. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ആ കർത്താവ് എന്നുള്ള പ്രയോഗവും പ്രാധാന്യമുള്ളതാ. എബ്രായർക്ക് കർത്താവ് എന്നുള്ള വാക്ക് ഒരു ദൈവനാമമാ, ദൈവത്തിൻ്റെ നാമമാ. ദൂതന്മാരല്ല ഇത് ആരംഭിച്ചത്, കർത്താവാണ്. എന്നിട്ട് താൻ പറയുന്നത് ആ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചെയ്ത ക്രിയകളെയാണ് ഇവിടെ നാം കാണുന്നത്. എന്തിനായി? നൽകപ്പെട്ട വചനം ഉറപ്പിക്കുവാൻ. ദൈവം അത് ഉറപ്പിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് വായിക്കുവാനായിട്ട് ആവശ്യമില്ല, പിന്നീട് വായിച്ചുകൊണ്ടാൽ മതി. ദൈവം അത്ഭുതങ്ങളാൽ ആ വീര്യപ്രവർത്തികളാൽ നൽകപ്പെട്ട വചനം ദൈവത്തിൻ്റെതാണെന്നുള്ള ഉറപ്പ് നൽകി. അങ്ങനെ ഉറപ്പിക്കുക മാത്രമല്ല, കർത്താവിൽ നിന്ന് അത് കേട്ടവർ, അതാണ് അവിടെ കേട്ടവർ എന്ന് പറയുന്നത്. കർത്താവിൽ നിന്ന് അത് കേട്ടവർ നമുക്കുറപ്പിച്ചു തന്നു. അപ്പോസ്തലന്മാർ അത് നമുക്ക് തന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയാണ് പുതിയ നിയമ വെളിപ്പാട് വന്നത്. ദൂതന്മാർ മുഖാന്തരം നൽകപ്പെട്ട ആ വചനം, പഴയ നിയമത്തിന്റെ വചനം, അത് ലംഘിച്ചവർക്ക് ദാക്ഷിണ്യമില്ലാതെ ശിക്ഷ നൽകിയെങ്കിൽ ഇങ്ങനെ ലഭിച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇൻവോൾവ് ആയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ വചനം ലംഘിച്ചാൽ ശിക്ഷയില്ലാതെ പോകുമോ എന്നാണ് ലേഖനകാരനോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവമക്കളായിട്ടുള്ള നമ്മളും ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അനുസരിച്ചില്ലെങ്കിൽ അടികൊള്ളും. എബ്രായ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ലേഖനകാരൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സ്നേഹമുള്ള പിതാവ് മക്കളെ തല്ലും, തെറ്റ് കാണിക്കുമ്പോൾ ആ മക്കളെ തല്ലും. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവും സ്നേഹമുള്ളവനാ.
നാം തെറ്റുമ്പോൾ ആ ബാലശിക്ഷ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന് നാം കാണുന്നു. അതേ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹി ഈസ് എ കൺസ്യൂമിങ് ഫയർ. അങ്ങനെയുള്ളവനാണ് നമ്മുടെ ദൈവം. നാം സാധാരണ സ്നേഹം, കൃപ ഇവയ്ക്കൊക്കെ അധിക ഊന്നൽ നൽകേണ്ടതാണ്, അവ സംശയമില്ല. എന്നാൽ അവയ്ക്ക് ആ അധികം ഊന്നൽ നൽകി ദൈവത്തിന്റെ നീതി, വിശുദ്ധി, അവന്റെ നാം വിശുദ്ധരായിരിക്കുവാനുള്ള അവന്റെ ആഗ്രഹം, ഈ കാര്യങ്ങളിൽ വേണ്ട ഊന്നൽ നൽകാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. പോരാ, നാം രണ്ട് കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. പറഞ്ഞു വരുന്നത് ഇതാണ്: അനുസരിച്ചില്ലെങ്കിൽ അവൻ അടിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷകളായിരിക്കാം. രോഗങ്ങൾ പാപത്താലാണെന്ന് നാം പഠിപ്പിക്കുന്നില്ല. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയുമാവാം, അനുസരണക്കേടിൻ്റെ ശിക്ഷയായുമാവാം. മറ്റൊരാൾക്കത് വിധിക്കുവാനായിട്ട് ആവശ്യമില്ല, സാധ്യമല്ല. എന്നാൽ നാം തന്നെ ഇരുന്നത് പരിശോധിച്ച് എൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് നാം നോക്കി അത് മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ കേട്ട കാര്യങ്ങൾ അങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ കരുതുവാൻ അത് മുഖാന്തരമായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. നാം കാണുന്നത് അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം. അതാണ് നാം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സമയം കഴിയാറാകുന്നുവല്ലോ. കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് നമുക്ക് നോക്കാം. ആ അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം. ദൈവവചനം അവഗണിക്കരുത്. എന്തുകൊണ്ട് അവഗണിക്കരുത്? 3 കാരണങ്ങൾ നാം കണ്ടു. പുത്രന്റെ മഹത്വം. യഹോവയായ ദൈവം പുത്രൻ മുഖാന്തരം നൽകിയ വചനം നമുക്ക് അവഗണിക്കുവാൻ സാധ്യമല്ല. ഏറ്റവും മഹത്വപൂർണനായവരിലൂടെയാണ് ഈ വചനം ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു സന്ദേശത്തിൻ്റെ പ്രാധാന്യം അതാര് നൽകി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും, അതിൻ്റെ സ്രോതസ്സിനെ അനുസരിച്ചിരിക്കും. പുത്രൻ മുഖാന്തരം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. രണ്ടാമത് നാം കണ്ടത് അവഗണനയിലെ അപകടം. എന്താണത്? കെട്ടുവിട്ടുപോയ ബോട്ട് പോലെയാകും ജീവിതം, ലക്ഷ്യമില്ലാത്ത ജീവിതം. പല ജീവിതങ്ങളും അങ്ങനെയാണ്. ഒഴുകിപ്പോയ എണ്ണ പോലെ. ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രസംഗത്തിൽ നഷ്ടപ്പെട്ടു പോയ പോയിന്റുകൾ പോലെ നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. നാം ഒഴുകിപ്പോകരുത്. വചനത്തോട് വേണ്ടുവണ്ണം കെട്ടപ്പെട്ടവരായിരിക്കണം. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. മൂന്നാമത് നാം കണ്ടത് പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞ ദൂതന്മാർ മുഖാന്തരം. പുതിയ നിയമമോ? കർത്താവ്, ദൈവം, പരിശുദ്ധാത്മാവ്, കേട്ടവർ, ഇവയൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണ്, മുഖാന്തരങ്ങളിലൂടെയാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ വെളിപ്പാട് ഉന്നതമാണ്. ഇങ്ങനെ ലഭിച്ച ഈ വചനം, അല്ലെങ്കിൽ ഇത്ര വലിയ രക്ഷ, ഞാൻ പ്രാരംഭത്തിൽ ഇത്ര വലിയ രക്ഷ എന്ന പ്രയോഗം വിശദീകരിക്കുകയുണ്ടായി. ഇത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നാം ഇന്ന് കേട്ട കാര്യങ്ങൾ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് ഒരു പ്രോത്സാഹനമായിരിക്കട്ടെ. ആ നിലയിൽ ജീവിതത്തെ പരിശോധിച്ച് എവിടെയെങ്കിലും നാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ വചനത്തിന് വേണ്ട സ്ഥാനം നൽകാതെ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, വായിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം, പ്രായോഗികമാക്കാം. വചനം ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അധികാരമായി നമുക്ക് അംഗീകരിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിച്ച്, വചനപ്രകാരം ക്രമീകരിച്ച് അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. വചനം ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ. അങ്ങനെ വരുന്ന ആളുകളിൽ ആ രൂപാന്തരം വന്നവരായി, വചനത്താൽ രൂപാന്തരം വന്നവരായി കർത്താവിൻ്റെ മഹത്വത്തെ കാട്ടി അവൻ്റെ മഹത്വത്തിനായി വരുന്ന ആളുകൾ ജീവിക്കാം. അങ്ങനെ ജീവിക്കുവാൻ ഇന്ന് വൈകിട്ട് കേട്ട, ഈ ക്ലാസ്സിൽ കേട്ട ഈ വാക്കുകൾ നമുക്ക് പ്രോത്സാഹനമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.